ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലോവർ ടീച്ചേഴ്സ്. എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ ഒന്നാമത്തെ കവിതയായ മാ കഹ് ഏക് കഹാനി ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം ഞാൻ ചെറുതായിട്ട് ഈ കവിതയുടെ സമ്മറി പറഞ്ഞു തരാം. സിദ്ധാർത്ഥ് ഒരു രാജകുമാരനാണ്. പിന്നീട് അദ്ദേഹം ഗൗതം ബുദ്ധ് എന്ന പേരിൽ പ്രസിദ്ധനായി. സിദ്ധാർത്ഥിൻ്റെ ഭാര്യയാണ് യശോധര, മകനാണ് രാഹുൽ. അമ്മ യശോധരയും മകൻ രാഹുലും തമ്മിലുള്ള സംഭാഷണമാണ് ഈ കവിതയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. രാഹുൽ അമ്മയോട് കഥ പറയാൻ പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നു. കഥ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ അമ്മ യശോധര അച്ഛൻ സിദ്ധാർത്ഥ് ഒരു മുറിവേറ്റ അരയന്നത്തെ അല്ലെങ്കിൽ ഹംസത്തെ രക്ഷിച്ച കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഹംസത്തെ അമ്പെയ്തു വീഴ്ത്തിയ വേട്ടക്കാരൻ ഹംസത്തെ തനിക്ക് വേണമെന്ന് ശഠിക്കുന്നു. പക്ഷേ സിദ്ധാർത്ഥ് ഹംസത്തെ രക്ഷിക്കുമെന്ന് ഉറപ്പിക്കുന്നു. നൽകാൻ തയ്യാറാകുന്നില്ല. രണ്ടുപേരും തമ്മിൽ വഴക്കാവുന്നു. ഈ പ്രശ്നം കോടതി വരെ എത്തുന്നു. അമ്മ യശോധര രാഹുലിനോട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ എന്ത് തീരുമാനമെടുക്കും? രാഹുൽ പറയുന്നു, ആരാണോ നിരപരാധിയെ കൊല്ലുന്നത് അത് തടയണം, ആരാണോ രക്ഷിക്കുന്നത് അവരെ സഹായിക്കണം, ദയ ഉൾക്കൊണ്ടുകൊണ്ട് ന്യായം നടപ്പിലാക്കണം എന്ന് രാഹുൽ പറയുന്നു. നമുക്ക് കവിത വായിച്ചുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാം. മാ കഹ് ഏക് കഹാനി, അമ്മേ കഥ പറഞ്ഞു തരൂ, ഒരു കഥ പറഞ്ഞു തരൂ. കഹ്ന പറയുക, കഹാനി സ്റ്റോറി. അപ്പോൾ അമ്മ യശോധരയോട്, സിദ്ധാർത്ഥ് പിന്നീട് ഗൗതം ബുദ്ധ് എന്ന പേരിൽ അറിയപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ ഭാര്യയാണ് യശോധര. യശോധരയോട് മകൻ രാഹുൽ പറയുകയാണ്, അമ്മേ എനിക്കൊരു കഥ പറഞ്ഞു തരൂ. മാ കഹ് ഏക് കഹാനി, ബേട്ട സമജ് ലിയാ ക്യാ തൂനെ മുജ്കോ അപ്നി നാനി. മാ അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരൂ. കഹ് ഏക് കഹാനി, മുझे एक കഹാനി സുനാവോ. ബേട്ട സമജ് ലിയാ ക്യാ തൂനെ മുജ്കോ അപ്നി നാനി. മകനെ, നീ എന്നെ നാനിയാണെന്നാണോ, നിൻ്റെ മുത്തശ്ശിയാണെന്നാണോ കരുതിയിരിക്കുന്നത്? തൂനെ മുझे അപ്നി നാനി സമജ് ലിയാ ഹേ ക്യാ. നീ എന്നെ നിൻ്റെ മുത്തശ്ശി, നാനി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി അല്ലെങ്കിൽ അമ്മമ്മ, നീ എന്നെ നിൻ്റെ മുത്തശ്ശിയാണെന്നാണോ കരുതിയിരിക്കുന്നത്? ബേട്ട സമജ് ലിയാ ക്യാ തൂനെ മുജ്കോ അപ്നി നാനി. അപ്പോൾ മകൻ പറയുകയാണ്, कहती है मुझसे यह चेटी, तू मेरी नानी की बेटी. कह माँ कह लेटी ही लेटी. कहती है मुझसे यह चेटी. അപ്പോൾ അമ്മയോട് രാഹുൽ പറയുകയാണ്, മുജ്സെ യെ ചേട്ടി കഹത്തി ഹെ. ചേട്ടി എന്ന് പറഞ്ഞാൽ സേവിക അല്ലെങ്കിൽ ദാസി. മുജ്സെ യെ സേവിക അല്ലെങ്കിൽ ഈ ദാസി, മുജ്സെ യെ ദാസി കഹത്തി ഹെ, എന്നോട് ഈ സേവിക പറയുന്നു, തു മേരി നാനി കി ബേട്ടി, തു മേരി നാനി കി ബേട്ടി ഹെ, നീ എൻ്റെ മുത്തശ്ശിയുടെ മകളാണ്, നീ എൻ്റെ അമ്മമ്മയുടെ മകളാണെന്ന് എന്നോട് ദാസി പറയുന്നു. കഹ് മാ കഹ് ലേട്ടി ഹി ലേട്ടി, പറയൂ അമ്മേ പറയൂ, ലേട്ടി ഹി ലേട്ടി, കിടന്നുകൊണ്ട് തന്നെ പറയൂ, പറയൂ അമ്മേ കഥ പറയൂ, കിടന്നുകൊണ്ട് തന്നെ പറയൂ. ചേട്ടി എന്ന് പറഞ്ഞാൽ സേവിക അല്ലെങ്കിൽ ദാസി, നാനി മുത്തശ്ശി അല്ലെങ്കിൽ അമ്മമ്മ, ഗ്രാൻഡ് മദർ. ലേട്ടി ഹി ലേട്ടി, കിടന്നുകൊണ്ട് തന്നെ പറയൂ. രാജാതായ റാണി, രാജാതായ റാണി, മാ കഹ് ഏക് കഹാനി. രാജാതായ റാണി, രാജാവായിരുന്നോ അല്ലെങ്കിൽ റാണിയായിരുന്നോ? രാജാവിൻ്റെ കഥയാണോ അല്ലെങ്കിൽ റാണിയുടെ കഥയാണോ? മാ കഹ് ഏക് കഹാനി, ഏതായാലും അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരൂ. രാജാവിൻ്റെ കഥയായാലും റാണിയുടെ കഥയായാലും അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരൂ. അപ്പോൾ അമ്മ യശോധര പറയുകയാണ്, തൂ ഹേ ഹട്ടി മാൻ ധൻ മേരെ, സുൻ ഉപവൻ മേ ബഡേ സബേരെ, താത് ഭ്രമൺ കർത്തേ ധേ തേരെ. തൂ ഹേ ഹട്ടി, ഹട്ടി എന്ന് പറഞ്ഞാൽ സിദ്ധി, അതായത് ശഠിക്കുന്ന, വാശി പിടിക്കുന്ന. മാൻധൻ, മാൻധൻ എന്ന് പറഞ്ഞാൽ സമ്മാനിക്കെ യോഗ്യധൻ യാ ഇജ്ജത്ത് ദേനെ കെ ലിയെ ദിയെ ജാനെ വാല ധൻ, അതായത് നീ എൻ്റെ അഭിമാനമാണ്, നീ എൻ്റെ പൊന്നു മകനാണ്, നീ എൻ്റെ അഭിമാനമാണ്, വാശി പിടിക്കുന്ന മകനാണ്.
സുൻ ഉപവൻ മേ ബഡേ സവേരെ, അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അമ്മ കഥ പറയാനായിട്ട് തുടങ്ങുകയാണ്. സുൻ കേൾക്ക്, ഉപവൻ എന്ന് പറഞ്ഞാൽ ബഗീജ, ഉപവൻ ബഡേ സവേരെ, ബഗീജയമേ ബഡേ സവേരെ, അതായത് പൂന്തോട്ടത്തിലെ അതിരാവിലെ. കേൾക്ക്, പൂന്തോട്ടത്തിലെ അതിരാവിലെ. താത്ത് ഭ്രമൺ കർത്തേ തേ തേരെ, താത്ത് എന്ന് പറഞ്ഞാൽ പിത, നിൻ്റെ അച്ഛൻ. ഭ്രമൺ കർത്തേ തേ ഘൂംതേ തേ, ഭ്രമൺ കർത്തേ തേ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഉലാത്തുകയായിരുന്നു, അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. തേരെ പിത, നിൻ്റെ അച്ഛൻ പൂന്തോട്ടത്തിൽ ഉലാത്തുകയായിരുന്നു. അപ്പം അമ്മ എന്താ പറയുന്നത്, തു മേരെ ഹട്ടി മാൻതൻ ഹെ, തു മേരെ ഹട്ടി മാൻതൻ ഹെ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ദുലാര ബേട്ട, അതായത് നീ എൻ്റെ പൊന്നു മകനാണ്, നീ വാശി പിടിക്കുന്ന മകനാണ്, നീ എന്ത് ആവശ്യപ്പെട്ടാലും നിനക്കത് സാധിച്ച് കിട്ടണം. അപ്പോൾ കേൾക്ക്, ഉപവന്മേ പൂന്തോട്ടത്തിലെ അതിരാവിലെ നിൻ്റെ അച്ഛൻ ഭ്രമൺ കർത്തേത്തെ, അതായത് ചുറ്റിക്കറങ്ങുകയായിരുന്നു, ഉലാത്തുകയായിരുന്നു. ജഹാ സുരഭി മൻമാനി, ജഹാ സുരഭി മൻമാനി ഹാ മാ യഹി കഹാനി. ജഹാ സുരഭി മൻമാനി, സുരഭി എന്ന് പറഞ്ഞാൽ സുഗന്ധം, അതായത് ജഹാ സുരഭി മൻമാനി, ആ പൂന്തോട്ടത്തിൽ സുഗന്ധം പരന്നിരുന്നു. മൻമാനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ സുഗന്ധം പരന്നിരുന്നു, എല്ലായിടത്തും സുഗന്ധം പരന്നിരുന്നു. ജഹാ സുരഭി മൻമാനി, ആ പൂന്തോട്ടത്തിൽ സുഗന്ധം പരന്നിരുന്നു. ജഹാ സുരഭി മൻമാനി, അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, അവിടെ സുഗന്ധം പരന്നിരുന്നെന്നോ? ഹാ മാ യഹി കഹാനി, ആ അമ്മ ഈ കഥ തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത്, എനിക്ക് പറഞ്ഞു തരൂ. വर्ण वर्ण के फूल खिले थे, जल मलकर हिम बिंदु जिले थे, हल्के जोके हिले मिले थे. വർണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്, രംഗ് ബിരങ്കി, അതായത് പല നിറത്തിലുള്ള ഫൂൾ ഖിലേത്തെ, പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു, പല നിറങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ജൽ മൽക്കർ ഹിമ ബിന്ദു ജിലേത്തെ, ജൽ മൽക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജൽമൽ എന്ന് പറഞ്ഞാൽ ജിൽമിലാന, അതായത് മിന്നിത്തിളങ്ങുക. ഹിമ ബിന്ദു എന്ന് പറഞ്ഞാൽ ഓസ്കി ബൂന്തെ, അതായത് മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു, മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഹൽക്കെ ജോക്കെ ഹിലേ മിലേത്തെ, ഇളം കാറ്റ്, ഇളം തെന്നൽ വീശുന്നുണ്ടായിരുന്നു. ഹൽക്കെ ജോക്കെ എന്ന് പറഞ്ഞാൽ ഇളം തെന്നൽ, ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ലഹരാത്താത്ത പാനി ഹാ ഹാ യഹി കഹാനി, ലഹരാത്താത്ത പാനി. അപ്പോൾ അമ്മ പറഞ്ഞു ലഹരാത്താത്ത പാനി, അരുവികളിൽ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു, അലയടിക്കുന്നുണ്ടായിരുന്നു. ലഹരാന എന്ന് പറഞ്ഞാൽ അലയടിക്കുക, അരുവികളിലെ വെള്ളം ഇങ്ങനെ അലയടിക്കുന്നുണ്ടായിരുന്നു. ലഹരാത്താത്ത പാനി ഹാ ഹാ യഹി കഹാനി. രാഹുൽ ചോദിക്കുകയാണ്, അരുവികളിലെ വെള്ളവും അലകളായി ഒഴുകുന്നുണ്ടായിരുന്നെന്നോ? ആ അമ്മേ, ഈ കഥ തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ പൂന്തോട്ടത്തിൻ്റെ ഭംഗിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ആ പരിസ്ഥിതിയെ അതെല്ലാം നല്ല ഭംഗിയാക്കുന്നുണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യത്തെയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഗാത്തെ ദേ ഖഗ് കൽക്കൽ സ്വർ സെ സഹസ ഏക് ഹൻസ് ഊപ്പർ സെ ഗിരാ ബിദ് ഹോക്കർ കർഷർ സെ. ഖഗ് എന്ന് പറഞ്ഞാൽ പക്ഷി, സഹസ അചാനക് പെട്ടെന്ന്, ഗിര വീണു, ബിദ് ഹോക്കർ ഗായൽ ഹോക്കർ അതായത് മുറിവേറ്റിട്ട്, ഖർഷർ എന്ന് പറഞ്ഞാൽ തീക്കെ ബാൺ മൂർച്ചയേറിയ അമ്പ്. കൽക്കൽ സ്വർ എന്ന് പറഞ്ഞാൽ കളകള ശബ്ദം, പക്ഷികളുടെ കളകള ശബ്ദം. ഗാത്തേ തേ ഖഗ് കൽക്കൽ സ്വർസെ, കൽക്കൽ സ്വർസെ പക്ഷി ഗാത്തേ തേ, പക്ഷികളും മധുരമായി പാടുന്നുണ്ടായിരുന്നു. അമ്മ യശോധര പറയുകയാണ്, പക്ഷികളും മധുരമായി പാടുന്നുണ്ടായിരുന്നു ആ പൂന്തോട്ടത്തിൽ. സഹസ ഏക് ഹൻസ് ഊപ്പർ സെ ഗിര, പെട്ടെന്ന് ഒരു ഹംസം മുകളിൽ നിന്ന് വീണു. എങ്ങനെയാണ് വീണത്? ബിദ് ഹോക്കർ ഖർഷർ സെ, മൂർച്ചയേറിയ അമ്പ് കൊണ്ട് മുറിവേറ്റിട്ടാണ് മുകളിൽ നിന്ന് ഹംസം താഴേക്ക് വീണത്. അമ്മ പറയുകയാണ്, ആ പൂന്തോട്ടത്തിൽ പക്ഷികളും മധുരമായി പാടുന്നുണ്ടായിരുന്നു, അതായത് കിളികളുടെ കളകള ശബ്ദവും കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ഒരു ഹംസം മുകളിൽ നിന്ന് മൂർച്ചയുള്ള അമ്പ് കൊണ്ട് മുറിവേറ്റിട്ട് താഴേക്ക് വീഴുന്നു. ഹുയി പക്ഷിക്ക് ഹാനി, അമ്മ പറയുന്നു ഹുയി പക്ഷിക്ക് ഹാനി. പക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ
ചിറക് പങ്ക്, അതിൻ്റെ പങ്കിന് മുറിവേറ്റു, ചിറകിന് മുറിവേറ്റു. ഹുയി പക്ഷിക്ക് ഹാനി, അതിൻ്റെ ചിറകിന് മുറിവേറ്റെന്നോ, ആ പക്ഷിക്ക് മുറിവേറ്റെന്നോ, ആ പക്ഷിക്ക് ഹാനി സംഭവിച്ചെന്നോ. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് കരുണാഭരി കഹാനി, കരുണാഭരി കഹാനി. അതായത് രാഹുൽ പറയുകയാണ്, നമ്മൾ പറയില്ലേ പാവം ഹംസം എന്ന് പറയില്ലേ, അപ്പോൾ കരുണ നിറഞ്ഞ ഒരു കഥയാണ് കരുണാഭരി കഹാനി, ദയ അർഹിക്കുന്ന ഒരു കഥയാണ്. चौंक उन्होंने उसे उठाया, नया जन्म सा उसने पाया, इतने में आंखें टकाया. അപ്പോൾ അമ്മ യശോദര പറയുകയാണ് ചോക്ക് ഉനോനെ ഉസെ ഉട്ടായ. ചോക്ക് എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം, ഈ സിദ്ധാർത്ഥ് ഇത് കണ്ടിട്ട് അതിശയപ്പെട്ടു. ആ ഗാർഡനിൽ, പൂന്തോട്ടത്തിൽ ഉലാത്തുകയായിരുന്ന സിദ്ധാർത്ഥ് മുറിവേറ്റ് പക്ഷി താഴേക്ക് വീഴുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ചോക്ക് ഗയ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. ഉനോനെ ഉസെ ഉട്ടായ, അദ്ദേഹം അതിനെ എടുത്തു, കയ്യിലെടുത്തു. നയാ ജന്മസ ഉസ്നെ പായ, അപ്പോൾ കിളിക്ക്, ആ പക്ഷിക്ക് ഒരു പുതിയ ജന്മം ലഭിച്ചതുപോലെ തോന്നി. ഇത് കണ്ട നിൻ്റെ അച്ഛൻ അതിശയപ്പെട്ടുകൊണ്ട് ഹംസത്തെ കയ്യിലെടുത്തു, അതിൻ്റെ ജീവൻ രക്ഷിച്ചു, അതിനൊരു പുതിയ ജന്മം ലഭിച്ചതുപോലെ തോന്നി. ഇത്തനേമേ ആഖേട്ടക്കായ, ആഖേട്ടക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ശിക്കാരി, അതായത് ആ വേട്ടക്കാരൻ. ഇത്തനേമേ, അപ്പോഴേക്കും ആ വേട്ടക്കാരൻ വന്നു. അപ്പോൾ തന്നെ വേട്ടക്കാരൻ വന്നു. അദ്ദേഹം ഹംസത്തെ തനിക്ക് വേണമെന്ന് പറയുകയാണ്. ലക്ഷ്യസിദ്ധി കാ മാനി കോമൽ കഠിൻ കഹാനി. ലക്ഷ്യസിദ്ധി കാ മാനി, ലക്ഷ്യസിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? നിശാന സഹി ലഗാന, അതായത് ഉന്നം ശരിയായി, അദ്ദേഹത്തിൻ്റെ ഉന്നം ശരിയായല്ലോ. ആ കേട്ടക്, അതായത് ആ വേട്ടക്കാരനാണ് അമ്പെയ്ത് ഈ ഹംസത്തെ വീഴ്ത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉന്നം ശരിയായി, ലക്ഷ്യസിദ്ധി, അതിൽ അദ്ദേഹം അഭിമാനിച്ചുകൊണ്ട് ഞാൻ അമ്പെയ്തിട്ട പക്ഷിയാണ്, അതിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരികയാണ്. ലക്ഷ്യസിദ്ധി കാ മാനി, അപ്പോൾ അവന് അങ്ങനെ ചോദിക്കുകയാണ്, രാഹുൽ ചോദിക്കുകയാണ് ലക്ഷ്യസിദ്ധി കാ മാനി കോമൽ കഠിൻ കഹാനി, കോമളവും കഠിനവുമായ ഒരു കഥയാണ്. ഈ കഥ ദയ അർഹിക്കുന്നതും അതോടൊപ്പം കഠോരവുമാണ് എന്ന് രാഹുൽ പറയുകയാണ്. മാങ്ക ഉസ്നെ ആഹത്ത് പക്ഷി തേരെ താത്ത് കിന്തു തേ രക്ഷി തബ് ഉസ്നെ ജോത കഗ് പക്ഷി. മാങ്ക ആവശ്യപ്പെട്ടു, ആഹത്ത് പക്ഷി, ആഹത്ത് എന്ന് പറഞ്ഞാൽ ഗായൽ ഹുവ, മുറിവേറ്റ, തേരെ താത്ത് നിൻ്റെ പിത, നിൻ്റെ അച്ഛൻ, കിന്തു പക്ഷേ, രക്ഷി എന്ന് പറഞ്ഞാൽ രക്ഷകൻ, കഗ് പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷിയോं का शिकार करने वाला, പക്ഷിയെ വേട്ടയാടുന്ന ആൾ, കഗ് പക്ഷി എന്ന് പറഞ്ഞാൽ. മാങ്ക ഉസ്നെ ആഹത്ത് പക്ഷി, അതായത് ഈ കഗ് പക്ഷി, ഈ ശിക്കാരി ഈ രാഹുലിൻ്റെ പിതായോട്, അതായത് സിദ്ധാർത്ഥനോട് ഈ ആഹത്ത് പക്ഷിയെ ചോദിക്കുന്നു, മുറിവേറ്റ പക്ഷിയെ ആവശ്യപ്പെടുന്നു. വേട്ടക്കാരൻ നിൻ്റെ അച്ഛനോട് ആ മുറിവേറ്റ പക്ഷിയെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ സിദ്ധാർത്ഥ് പക്ഷിയുടെ രക്ഷകനായിരുന്നു, ആ മുറിവേറ്റ ഹംസത്തെ വേട്ടക്കാരന് നൽകാൻ തയ്യാറായിരുന്നില്ല. ഈ വിഷയത്തിൽ രണ്ടുപേരും തമ്മിൽ വഴക്കാവുന്നു. ഹട്ട് കർണേ കി ടാനി അബ് ബഡ് ചലി കഹാനി. ഹട്ട് കർണേ കി ടാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹട്ട് എന്ന് പറഞ്ഞാൽ സിദ്ധി, അതായത് രണ്ടുപേരും തമ്മിൽ വാശി ശഠിക്കുന്നു. തനിക്ക് വേണമെന്ന് വേട്ടക്കാരനും പറയുന്നു, താൻ അമ്പെയ്തിട്ട പക്ഷിയാണ്, അതിനെ തനിക്ക് വേണമെന്ന് വേട്ടക്കാരനും പറയുന്നു. താനാണ് രക്ഷകൻ, താനാണ് ഈ പക്ഷിയെ രക്ഷിച്ചതെന്ന് സിദ്ധാർത്ഥും പറയുന്നു. രണ്ടുപേരും തമ്മിൽ വാശി പിടിക്കുന്നു. അബ് ബഡ് ചലി കഹാനി, ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നു. ബഡ്ന എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക. हुआ विवाद सदै निर्दय में उभय आग्रहिते स्वविषय में गई बात तब न्यायालय में. വിവാദ് എന്ന് പറഞ്ഞാൽ ജഗട, വഴക്ക്, സദൈ ദയാലു, ദയുള്ളവൻ, നിർദയ് ക്രൂരൻ, ഉഭയ് എന്ന് പറഞ്ഞാൽ ദോനോ രണ്ടുപേരും, സ്വവിഷയം എന്ന് പറഞ്ഞാൽ സ്വന്തം വിഷയം, ന്യായാലയം എന്ന് പറഞ്ഞാൽ കോടതി. ഹുവാ വിവാദ് സദൈ നിർദയമേ, അതായത് രണ്ടുപേരും തമ്മിൽ വഴക്കായി. ഈ ദയാലുവും ക്രൂരനും തമ്മിൽ വഴക്കായി, സിദ്ധാർത്ഥും ആ വേട്ടക്കാരനും തമ്മിൽ വഴക്കായി. ഉഭയ് ആഗ്രഹീത്തെ സ്വവിഷയമേ, രണ്ടുപേരും സ്വന്തം വിഷയത്തിൽ തൽപരരായിരുന്നു, അതായത് താനാണ് ശരിയെന്ന് രണ്ടുപേരും തർക്കിക്കുകയായിരുന്നു. തനിക്ക് വേണം ഹംസത്തെ.
ഒരാൾ പറയുന്നു, ഞാനാണ് ഈ ഹംസത്തെ അമ്പെയ്ത് വീഴ്ത്തിയത്, അതുകൊണ്ട് ഇതെൻ്റെ അവകാശമാണ്. രണ്ടാമത്തെ ആൾ പറയുന്നു, ഞാനാണ് ഈ ഹംസത്തെ രക്ഷിച്ചത്, രക്ഷകനാണ്, അതുകൊണ്ട് ഇതിൽ എനിക്കാണ് അധികാരമെന്ന് പറയുന്നു. ഗയി ബാത്ത് തബ് ന്യായാലയമേ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ വാക്ക് ന്യായാലയിൽ, അതായത് കോടതിയിൽ എത്തിച്ചേർന്നു. എല്ലാവരും ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞു. സുനി സബീനെ ജാനി, സുനി സബീനെ ജാനി, വ്യാപക് ഹുയി കഹാനി. സുനി സബീനെ ജാനി, അമ്മ പറഞ്ഞു, സുനി സബീനെ ജാനി, എല്ലാവരും അറിഞ്ഞു, കേട്ടറിഞ്ഞു, എല്ലാവരും ഈ വഴക്ക് അറിഞ്ഞു. ജാന, അറിയുക. സുനി സബീനെ ജാനി, രാഹുൽ ചോദിക്കുകയാണ്, എല്ലാവരും അറിഞ്ഞെന്നോ? വ്യാപക് ഹുയി കഹാനി, ഈ കഥ വ്യാപകമായി, എല്ലായിടത്തും പരന്നു. राहुल तू निर्णय कर इसका, न्याय पक्ष लेता है किसका, कह दे निर्भय जय हो जिसका. അമ്മ യശോദര രാഹുലിനോട് പറയുകയാണ്, രാഹുൽ തൂ നിർണയ് കർ ഇസ്ക, രാഹുൽ നീ ഈ കാര്യത്തിന് ഒരു തീരുമാനമെടുക്കൂ. നിർണയിക്കർ, നീ ഒരു തീരുമാനമെടുക്കൂ, ഒരു ഡിസിഷൻ എടുക്കൂ. നിർണയം എന്ന് പറഞ്ഞാൽ ഡിസിഷൻ. ന്യായ് പക്ഷ ലേത്താ ഹേ കിസ്ക, ആരുടെ ഭാഗത്താണ്, ആരുടെ പക്ഷമാണ് ന്യായം എന്ന് നീ, നീതി ആരുടെ ഭാഗത്താണെന്ന് നീ ഡിസിഷൻ എടുക്കൂ. കഹദേ നിർഭയ്, ഭയമില്ലാതെ നീ പറയൂ. ജയ് ഹോ ജിസ്ക, ആരാണ് ജയിക്കേണ്ടത് നീ പറയൂ. सुन लो तेरी बानी, माँ मेरी क्या बानी, मैं सुन रहा कहानी. सुन लो तेरी बानी, അപ്പം നീ പറയുന്നത് ഞാൻ കേൾക്കട്ടെ എന്ന് അമ്മ യശോദര രാഹുലിനോട് പറയുകയാണ്. മാ മേരി ക്യാ ബാണി, ഞാൻ എന്ത് പറയാനാണെന്നാണ് രാഹുൽ ചോദിക്കുന്നത്. ഇതിൽ ഞാൻ എന്ത് പറയാനാണ്? മേ സുൻ രഹാ കഹാനി, ഞാൻ ഈ കഥ കേൾക്കുകയാണ്. कोई निरपराध को मारे तो क्यों अन्य उसे न उबारे, रक्षक पर भक्षक को वारे. कोई निरपराध को മാരെ, നിരപരാധം എന്ന് പറഞ്ഞാൽ നിരപരാധി, ബേഗുന അതായത് നിരപരാധിയെ, തോക്യോ അന്യ ഉസേ ന ഉബാരെ എന്ന് പറഞ്ഞാൽ ബച്ചായെ, രക്ഷിക്കുക, രക്ഷക് രക്ഷകൻ, ബച്ചാനെ വാല, ഭക്ഷക് എന്ന് പറഞ്ഞാൽ മാറനെ വാല, കൊല്ലുന്ന ആൾ. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? കോയി നിരപരാധ് കോ മാരെ, ആരെങ്കിലും ഒരു നിരപരാധിയെ കൊല്ലുകയാണെങ്കിൽ, വധിക്കുകയാണെങ്കിൽ, തൊക്യോ അന്യ ഹുസൈൻ ഉബാരെ, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അതിനെ രക്ഷിച്ചുകൂടാ? ഉബാരെ ബച്ചായെ, രക്ഷക് പർ ഭക്ഷക് കോ വാരെ, അതായത് കിസിക്ക് രക്ഷാ കർണേ വാല കിസിക്കോ മാർണേ വാലെ സെ ബഡാ ഹോത്താ ഹെ. മനസ്സിലായില്ലേ? അതായത് ഒരാളെ രക്ഷിക്കുന്ന ആൾ ഒരാളെ കൊല്ലുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഹാനി വരുത്തുന്ന ആളെക്കാളും വലിയ ആളാണ് എന്നാണ് പറയുന്നത്. और न्याय करते समय ദയാഭാവന को भी ധ്യാൻ में रखना चाहिए. നമ്മൾ നീതി നടപ്പിലാക്കുന്ന സമയത്ത് ദയ എന്ന വികാരവും അതിൽ ഉൾക്കൊള്ളിക്കണം. ദയോടുകൂടി നമ്മൾ നീതി നടപ്പിലാക്കണം. ന്യായ് ദയാക്കാ ദാനി, ന്യായ് ദയാക്കാ ദാനി തൂനെ ഗുനി കഹാനി. ന്യായ് ദയാക്കാ ദാനി, ദാനി എന്ന് പറഞ്ഞാൽ ദേനേവാല. അപ്പം ദയ എന്ന വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നീതി നടപ്പിലാക്കണം. ന്യായം, നീതി നടപ്പിലാക്കണം. ന്യായ് ദയാക്കാ ദാനി, ദയ എന്ന വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നീതി നടപ്പിലാക്കണമെന്നോ അമ്മ ചോദിക്കുകയാണ്. അമ്മ പറയുകയാണ്, തൂനെ ഗുനി കഹാനി, നീ ഈ കഥ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു, നീ കഥ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആരാണ് എഴുതിയത്? മൈഥിലി ശരൺ ഗുപ്ത്. അപ്പോൾ ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം? രാഹുലിൻ്റെ അച്ഛൻ സിദ്ധാർത്ഥിൻ്റെ ഭാഗത്താണ് ന്യായം. അദ്ദേഹം രക്ഷകനാണ്, ആ ഹംസത്തെ രക്ഷിച്ച ആളാണ് സിദ്ധാർത്ഥ്. ഈ സംഭാഷണം അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കവിതയിലൂടെ നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? സത്യത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും മറ്റുള്ളവരോട് ദയ കാണിക്കണം, കരുണ കാണിക്കണം, ശരിയായ തീരുമാനമെടുക്കണം. നമ്മൾ ഓരോരോ സാഹചര്യങ്ങളിലും ശരിയായ തീരുമാനമെടുക്കണം. നമ്മളെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം. അതുകൂടാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. കവി സേ പരിചയ. मैथिली शरण गुप्त द्वारा रचित कविता का यह अंश माँ कहे एक कहानी उनकी काव्य कृति യശോദര സെ ലിയ ഗയാ ഹെ. അപ്പോൾ മൈഥിലി ശരൺ ഗുപ്താണ് ഈ കവിത എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യകൃതിയായ യശോദരയിൽ നിന്നാണ് ഈ മാ കഹ് ഏക് കഹാനി എന്ന ഈ കവിത എടുത്തിട്ടുള്ളത്.
यह माँ यशोधरा और बेटे राहुल के बीच संवाद शैली में रचा गया है. ഈ കവിത അമ്മ യശോധരയും മകൻ രാഹുലും തമ്മിലുള്ള ഒരു ഡയലോഗ് എന്ന രൂപത്തിലാണ്, ഒരു സംഭാഷണം എന്ന രൂപത്തിലാണ് രചിച്ചിട്ടുള്ളത്. മൈഥിലി ശരൺ ഗുപ്ത का जन्म ചിർഗാവ് ജാസി യാനി ഉത്തർപ്രദേശ് മേ ഹുവാ था. അപ്പോൾ മൈഥിലി ശരൺ ഗുപ്ത എവിടെയാണ് ജനിച്ചത്? ചിർഗാവ് എന്ന സ്ഥലത്ത്, ജാസിയിൽ. അതെവിടെയാണ്? ഉത്തർപ്രദേശിൽ. 15-16 वर्ष की आयु में ही वे कविता करने लगे थे. അപ്പം 15-16 വയസ്സ് പ്രായമുള്ള സമയത്ത് തന്നെ അദ്ദേഹം കവിത എഴുതി തുടങ്ങിയിരുന്നു. प्रारंभ में ब्रज भाषा में और फिर हिंदी में ആജീവൻ ലേഖനകാരി करते रहे. ആദ്യം ബ്രജ് ഭാഷയിലും പിന്നീട് ഹിന്ദി ഭാഷയിലും അദ്ദേഹം ആജീവനാന്തം ലേഖനം എഴുതിക്കൊണ്ടേയിരുന്നു. स्वतंत्रता आंदोलन में उनकी रचनाओं ने लोगों में देश प्रेम की ഭാവന ജഗാനെ കാ കാം കിയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിന്ന് സ്വാതന്ത്ര്യസമര സമയത്ത് ആളുകൾക്ക് ദേശസ്നേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ആ ഒരു വികാരം ജനങ്ങളിൽ ഉണർന്നു വന്നു അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ. രാഷ്ട്രകവി കെ രൂപമേ ഇൻകി ഖ്യാതി സർവ്വവിദിത് ഹെ. രാഷ്ട്രകവി കെ രൂപമേ ഇൻകി ഖ്യാതി, അതായത് ഖ്യാതി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി. രാഷ്ട്രകവി എന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി സർവ്വവിദിത് ഹെ, അതായത് അദ്ദേഹം നന്നായിട്ട് പ്രസിദ്ധനാണ്, നന്നായി അറിയപ്പെടുന്ന ആളാണ്. इनकी अधिकांश कृतियों में भारत की धार्मिक, सांस्कृतिक, ऐतिहासिक और രാഷ്ട്രീയ ചേതന കെ സ്വർ ഹെ. അദ്ദേഹത്തിൻ്റെ അധികവും കൃതികളിൽ ഭാരത് കി ധാർമിക് എന്ന് പറഞ്ഞാൽ മതപരമായതും, സാംസ്കാരികമായിട്ടുള്ളതും, ഐതിഹാസിക് ചരിത്രപരമായിട്ടുള്ളതുമായ ഓർ രാഷ്ട്രീയ ചേതന കെ സ്വർ ഹെ, അതുകൂടാതെ ദേശീയ ബോധത്തിൻ്റെയും ഒരു സ്വരം അതിൽ അടങ്ങിയിട്ടുണ്ട്. സാകേത്, ഭാരത്, ഭാരതി ഓർ യശോധര ഉൻകി കാവ്യകൃതിയാ ഹെ. അദ്ദേഹത്തിൻ്റെ കാവ്യകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? കാവ്യാത്മക സൃഷ്ടികളാണ് സാകേത്, ഭാരത്, ഭാരതി ഓർ യശോധര. അദ്ദേഹം ജനിച്ചത് 1886. അദ്ദേഹം നിര്യാതനായത് 1964. നിങ്ങൾക്കെല്ലാവർക്കും കവിത നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.